ശരിക്കും ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് പരീക്ഷകൾ, കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ്, അങ്ങനെ പല പരീക്ഷകളും ചെറിയ മാർക്കിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ ഒരു പഠന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് മുതലേ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന ഒരാളാണ്. 3 to 6 ഞാൻ പഠിക്കുന്ന സമയം. പിന്നെ ഈ പറഞ്ഞ പോലെ കിച്ചണിൽ കയറേണ്ടി വരും. കിച്ചണിൽ കയറുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കേട്ട ക്ലാസ്സുകൾ യൂട്യൂബിൽ വീണ്ടും കേട്ടുകൊണ്ടിരിക്കും. എല്ലാ സോഴ്സസും നമുക്ക് കിട്ടാവുന്ന എല്ലാ സോഴ്സസും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ ഈ DevKLT ഞങ്ങൾ എന്തായാലും കിട്ടുന്ന പ്രതീക്ഷിച്ച ഒരു ലിസ്റ്റാണ്. കാരണം നമ്മളൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ഈ കട്ട് ഓഫ് വീഡിയോസ് കണ്ട് നമ്മൾ ഏകദേശം നമ്മൾ ഉറപ്പിക്കും ഈ നമ്മൾ എന്തായാലും ഇത് കയറും. അപ്പൊ നമുക്ക് ഏകദേശം 75 ആ ഒരു മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ലിസ്റ്റ് വന്നപ്പോഴത്തേനും നമ്മളില്ല. എനിക്കൊന്ന് 0.66 മാർക്കിനാണ് ഞാൻ ലിസ്റ്റിൽ നിന്ന് ഔട്ടായത്. ശരിക്കും ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് പരീക്ഷകൾ, കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ്, അങ്ങനെ പല പരീക്ഷകളും ചെറിയ മാർക്കിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ശരിക്കും രമ്യേച്ചിനെ വിളിച്ചാൽ പറയുന്നുണ്ട് ശരിക്കും ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആണ്. ശരിക്കും PSC പഠിക്കുന്നവർ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം അത് തന്നെ. കാരണം നമ്മൾ എഫേർട്ട് ഇടാനിട്ടല്ല, ചിലപ്പോൾ ആ ഒരു 1.25 മണിക്കൂർ അത് നമ്മളെ എന്താ പറയാ ഒരുപാട് നെഗറ്റീവ് വരുത്തിയിട്ടും അങ്ങനെയെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരെ, നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ പറയും എത്ര കാലമായി പഠിക്കുന്നു, മതിയാക്കി കൂടെ, അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അന്ന് മനസ്സിൽ ഞാൻ ഉറപ്പിച്ചാണ് അതായത് എനിക്ക് ഏജ് ഓവർ ആവുന്നവരെ ഞാൻ പഠിക്കും, എന്നിട്ട് റിസൾട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതായാലും എനിക്ക് സാധിച്ചു. പിന്നെ എന്താ പറയാ നമ്മൾ ഇവിടുത്തെ ബ്രില്യൻസിലാണ് എൻ്റെ എന്താ പറയാ PSC ജേർണി സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് നന്ദി. വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്കും ഇതുപോലെ നാളെ ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി.